മിഖായിലിൻ്റെ സന്തതികൾ എന്ന പരമ്പര അതിൻ്റെ രണ്ടാം ഭാഗം സിനിമയാക്കാനായിട്ട് തീരുമാനിക്കുകയും അതിനുള്ള പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. ഞാൻ ഓർക്കുന്നുണ്ട്, പരമ്പരയിൽ തന്നെ അഭിനയിച്ചിരുന്നത് ബിജു മേനോൻ. അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കുന്നത് മിഖായിലിൻ്റെ സന്തതികളിലാണ്. അദ്ദേഹത്തെ തന്നെ നായകനായിട്ട് അവതരിപ്പിക്കാൻ NF വർഗീസ്, എലിയാസ് ബാബു ഇങ്ങനെയുള്ളവരൊക്കെ കൂടി വെച്ചിട്ട് സിനിമ ചെയ്യാനായിരുന്നു തീരുമാനം. അത് സിബി മലയിനെ പോലെയുള്ളവരൊക്കെ അന്ന് അത് തിരക്കഥ വായിച്ചിട്ട് ഇഷ്ടമാവുകയും അത് പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി ഒരു നല്ല ഒരു കാസ്റ്റിങ്ങിലേക്ക് പോകണമെന്ന് പറയുകയൊക്കെ ചെയ്തെങ്കിലും ഞങ്ങൾക്കൊരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ഈ ബിജു മേനോനും മറ്റുമൊക്കെ മതി ഞങ്ങൾക്ക് സിനിമ ചെയ്യാനായിട്ട്. ഞങ്ങളുടെ ഒരു ദൃശ്യാവബോധത്തിലുള്ള ഒരു അമിത വിശ്വാസം കൊണ്ട് അങ്ങനെ ഒരു അതേ ആളുകളെ തന്നെ വെച്ച് സിനിമ ഷൂട്ട് ചെയ്തു. പക്ഷേ ഫസ്റ്റ് ഡേ ആ സിനിമ പൊട്ടി. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ഞങ്ങളുടെ മനസ്സിലുള്ളതല്ല സിനിമ. ആളുകൾ കാണുന്ന സിനിമ ചെയ്യാനുള്ള യാതൊരു യോഗ്യതയില്ല ഞങ്ങൾക്ക് എന്ന് മനസ്സിലായി. കാരണം ഞങ്ങളുടെ തീരുമാനം തന്നെ തെറ്റായിരുന്നു. ടെലിവിഷനിൽ വിജയിച്ച ഒരു വിഷയം എടുത്തിട്ട് സിനിമയാക്കുക എന്ന് പറയുന്ന ആ ചിന്ത തന്നെ വലിയൊരു മഹാബദ്ധമായിരുന്നു. അത് തിരിച്ചറിയാനായിട്ട് ആ സിനിമ പൊട്ടേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രൊഡ്യൂസർക്ക് പൈസ പോയി. ഞങ്ങൾ പിന്നെ ഇനി രണ്ടാമതൊരു സിനിമ ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണൂ നരേറ്റീവ് യൂട്യൂബ് ചാനലിൽ.